നമസ്കാരം. സെൻട്രൽ മാഗസിൻ്റെ ഓണപ്പതിപ്പിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓണം ഒരു വികാരമാണ്. പാഠശാല മുതൽ മഞ്ചേശ്വരം വരെയുള്ള മലയാളികളെ, കേരളത്തിന് പുറത്തുള്ള മലയാളികളെ, ഇന്ത്യക്ക് പുറത്തുള്ള മലയാളികളെ ഇത്ര കണ്ട് ചേർത്ത് നിർത്തുന്ന ഒരു ഉത്സവം വേറെയില്ല. ഓണത്തിന് കേരളവുമായി പല വിധത്തിലുള്ള ബന്ധങ്ങളുണ്ട്. വിശ്വാസപരമായി, ചരിത്രപരമായി, കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട്, വാണിജ്യപരമായി, ഇങ്ങനെ സർവ്വതല സ്പർശിയായ മറ്റൊരു ഉത്സവം വേറെയില്ല. ഈ ഓണത്തിൻ്റെ പെരുമ ചരിത്രപരമായി കിടക്കുന്ന അല്ലെങ്കിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് തൃക്കാക്കര. വാമനാവതാരം പൂണ്ട മഹാവിഷ്ണു കാൽ വെച്ച സ്ഥലം എന്ന ഐതിഹ്യം തൃക്കാൽക്കര എന്ന പേര് അതിൽ നിന്നാണ് ഉണ്ടായതെന്ന് കരുതപ്പെടുന്നു. എന്തായാലും ഓണം കേരളത്തെ വാരിപ്പുണർന്ന് നിൽക്കുകയാണ്. നമുക്ക് ആ കാഴ്ചകൾ കണ്ടു നോക്കാം. മലയാളി ഓണത്തിൻ്റെ നടുമുറ്റത്തേക്ക് ഒരിക്കൽ കൂടി എത്തുകയാണ്. നാടും വീടും വിപണിയും ഉണരുന്ന നാളുകൾ. കാലത്തിൻ്റെ തടവറയിൽ കിടക്കാതെ സ്വയം പുതുക്കി എന്നും ചുറുചുറുക്കുള്ള വൈബ് നിലനിർത്തുന്ന ആഘോഷമാണ് ഓണം. മറിഞ്ഞല്ലോ കൂട്ടുകാരെ വരുമ്പോളില്ലേ വീട്ടിലിരുന്നല്ലോ സന്ധി വരുമ്പോളെ ഉണ്ണി പന്ത് കളിക്കണേ. കൃഷി മുതൽ IT വരെ, ഉപ്പ് തൊട്ട് ഊഞ്ഞാൽ വരെ കളർഫുള്ളാക്കുന്ന ഓണം. കതിരു കൊയ്തു കച്ചയാക്കി തലയിലെ ചെടി പെണ്ണാളെ, കൊയ്ത്തു പാട്ടിനീളം മൂളി നടക്കടി പെണ്ണാളെ. ചരിത്രവും ഐതിഹ്യവും ആഘോഷവും ഒത്തുചേരുന്ന നാളുകൾ. പൊലിമയുടെ, നിറവിൻ്റെ, താളമേളങ്ങളുടെ പൊന്നോണക്കാലം. ചരിത്രം പരിശോധിച്ചാൽ ചേരരാജാക്കന്മാരുടെ കാലത്താണ് ഓണം കേരളത്തിൽ ആഘോഷിക്കപ്പെട്ടു തുടങ്ങിയെന്നാണ് കരുതുന്നത്. ചേരമാൻ പെരുമാൾ സാമന്ത രാജാക്കന്മാരുടെ സമ്മേളനം വിളിച്ചുകൂട്ടിയിരുന്നത് തൃക്കാക്കരയിലായിരുന്നു. കർക്കിടകത്തിലെ തിരുവോണം മുതൽ ചിങ്ങത്തിലെ തിരുവോണം വരെ 28 ദിവസം ഇവിടെ തൃക്കാക്കര ക്ഷേത്രത്തിൽ അക്കാലത്ത് ഉത്സവമായിരുന്നു. സാമുദ്രീകരണം ഉണ്ടായിരുന്ന കാലം മുതലേ ഈ ക്ഷേത്രഭൂമി എന്ന് പറയുന്നത് നാട്ടുരാജാക്കന്മാർ സംഗമിച്ചിരുന്നൊരു ഭൂമിയാണ്. എല്ലാ നാട്ടുരാജാക്കന്മാരും, മലയാള നാട്ടിലുണ്ടായിരുന്ന എല്ലാ നാട്ടുരാജാക്കന്മാരും കർക്കിടക മാസത്തിലെ തിരുവോണം നാൾ മുതൽ ചിങ്ങമാസത്തിലെ തിരുവോണം നാൾ വരെയുള്ള വലിയ ഉത്സവമായിരുന്നു. ആ ഉത്സവത്തിൽ എല്ലാ നാട്ടുരാജാക്കന്മാരും അവരുടെ സാമ്പത്തിക ഇതനുസരിച്ച് ഇവിടെ വന്ന് ആ ഓരോ ദിവസത്തെയും ചിലവ് അവരെടുത്തിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും ഓരോ രാജാക്കന്മാരായിരുന്നു ഇവിടെ ഉത്സവത്തിന് നടത്തിപ്പുകാരായിട്ടുള്ളത്. ചേരനാട്ടിലെ ആഘോഷങ്ങൾ കാണാനും പെരുമാളിനെ കാണാനും വിവിധ ദേശങ്ങളിൽ നിന്നും ആളുകൾ ഉത്സവത്തിനായി എത്തിയിരുന്നു. തൃക്കാക്കര എത്താൻ കഴിയാത്തവർ അവരവരുടെ വീടുകളിൽ തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിച്ച് ഓണം ആഘോഷിക്കണമെന്ന രാജശാസനം വഴിയാണ് കേരളത്തിലുടനീളമുള്ള വീടുകളിൽ ഓണം എത്തിയതെന്ന് കരുതപ്പെടുന്നു. വാമനാവതാരം പൂണ്ട മഹാവിഷ്ണു കാൽവെച്ച സ്ഥലമായതിനാൽ തിരുക്കാൽക്കരയിൽ നിന്നാണ് തൃക്കാക്കരയെന്ന സ്ഥലപ്പേരുണ്ടായതെന്നാണ് ഐതിഹ്യം. ഭഗവാന്റെ തൃക്കാൽ പതിഞ്ഞ സ്ഥലം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് അത് ലോപിച്ചിട്ടാണ് തൃക്കാൽക്കര, തിരുക്കാൽക്കര എന്നായിരുന്നു പറയുന്നത്. കാക്കരൈ നാടെന്നും വാഴ്മൊഴിയുണ്ട്. അപ്പോൾ തിരുക്കാൽക്കര, ഭഗവാന്റെ കാൽ പതിഞ്ഞ സ്ഥലം, പ്രദേശം എന്നുള്ളതിലാണ് തൃക്കാൽക്കര എന്ന് പറയുന്നത്. എല്ലാ വർഷവും ഭഗവാന്റെ പിറന്നാളായ ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ പ്രജകളെ കാണാനുള്ള അനുവാദവും വാമനമൂർത്തി മഹാബലിക്ക് നൽകിയെന്നാണ് ഓണവുമായി ബന്ധപ്പെട്ട വിശ്വാസം. അപ്പോൾ മഹാബലി തമ്പുരാന് മോക്ഷം കൊടുത്തത് വാമന രൂപത്തിൽ വന്ന മഹാവിഷ്ണുവാണ്. ആ മഹാവിഷ്ണു മൂന്നാമത്തെ കാലടി വയ്ക്കുന്നതിന് മുമ്പ് അങ്ങ് ആരാണെന്ന് മഹാബലി ചോദിക്കുമ്പോൾ
തൻ്റെ വിശ്വരൂപമായ ത്രിവിക്രമരൂപം, അതായത് വാമനൻ്റെ മൂർത്തിഭാവമാണ് മഹാബലിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നത്. അതാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. അപ്പോൾ വാമനമൂർത്തി, അതായത് വാമനനല്ല ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ, വാമനമൂർത്തിയാണ്. വാമനൻ്റെ മൂർത്തിഭാവമായ പ്രതിഷ്ഠയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ളത്. തൃക്കാക്കര ക്ഷേത്രത്തിലെ ശിവപ്രതിഷ്ഠയ്ക്കും ചില പ്രത്യേകതകളുണ്ട്. മഹാബലി ആരാധിച്ചിരുന്ന ശിവലിംഗമാണ് ക്ഷേത്രത്തിലുള്ളതെന്നാണ് കരുതപ്പെടുന്നത്. അതിനാൽ തൃക്കാക്കര ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ വരുന്നവർ ആദ്യം ശിവനെ തൊഴുത് വന്ദിച്ചതിന് ശേഷമാണ് വാമനമൂർത്തിയെ വണങ്ങുന്നത്. ഈ മഹാബലി തമ്പുരാൻ ശിവഭക്തനായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ മഹാബലി തമ്പുരാൻ ആരാധിച്ചിരുന്ന സ്വയംഭൂവായ മഹാദേവനും സമപ്രാധാന്യത്തോടെ, അതായത് ഈ വാമനമൂർത്തിയുടെ പ്രാധാന്യം തന്നെ മഹാദേവന് നൽകിക്കൊണ്ടുള്ള ഒരു ക്ഷേത്ര സമുച്ചയമാണ് തൃക്കാക്കര ക്ഷേത്രം. തൃക്കാക്കരയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ കപില മഹർഷി ഇവിടെ എത്തി മഹാവിഷ്ണുവിനെ തപസ്സനുഷ്ഠിച്ചെന്നും വിഷ്ണു ദർശനം കിട്ടിയെന്നും മറ്റൊരു ഐതിഹ്യം കൂടിയുണ്ട്. കപില മഹർഷി ഇവിടെ വന്ന് അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ വന്നിരുന്ന് തപസ് ചെയ്ത് സ്നാനം ചെയ്തു എന്ന് പറയുന്നതാണ് കപില തീർത്ഥം. കപില മഹർഷി സ്നാനം ചെയ്ത തീർത്ഥക്കുളമാണ്, അതായത് ഭഗവാന്റെ തീർത്ഥക്കുളമായിട്ടുള്ള ഇതിനെ കപില തീർത്ഥം എന്ന് കപില മഹർഷി സ്നാനം ചെയ്തുകൊണ്ടാണ് കപില തീർത്ഥം എന്ന് പറയുന്നത്. നാട്ടുരാജാക്കന്മാർ തമ്മിലുള്ള യുദ്ധം മുറുകിയപ്പോൾ 12-ാം നൂറ്റാണ്ടിൽ തൃക്കാക്കരയുടെ പ്രൗഢി കുറഞ്ഞു. പിന്നീട് 1921 ശ്രീമൂലം തിരുനാളാണ് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടത്തിയത്. എന്തായാലും ഓണസങ്കല്പത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന സ്ഥലമായി തൃക്കാക്കരയെ മലയാളികൾ കാണുന്നു. മഹാബലി തമ്പുരാനെ, അതായത് ഭഗവാൻ ഒരു വാമനൻ എന്നതിൻ്റെ ഒരു പയ്യനെ വാമന രൂപത്തിൽ വേഷം കെട്ടി ഭഗവാൻ തൻ്റെ തിരുസന്നിധിയിലേക്ക് മഹാബലി എതിരേൽക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതായത് ആ തിരുവോണ നാളിൽ തൻ്റെ ഭഗവാന്റെ കൂടെ, മഹാബലിയുടെ കൂടെ ഭഗവാൻ ഉണ്ടെന്ന് അന്ന് പറഞ്ഞിരുന്നത്. ഞാൻ നിങ്ങളുടെ സുതലത്തിൽ മഹാബലിയുടെ കൂടെ ഉണ്ടാകുമെന്ന് പറയുന്ന പോലെ, അതുപോലെ തന്നെ മഹാബലി തമ്പുരാനെ തിരുവോണ നാളിൽ തൻ്റെ ശ്രീകോവിലേക്ക്, അതായത് തൻ്റെ അടുക്കിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്ന ഒരു മഹാബലി എതിരേൽപ്പുണ്ട് ഇവിടെ. ഇതിനൊപ്പം ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന തൃപ്പൂണിത്തുറ അത്തച്ചമയവുമായി ബന്ധപ്പെട്ട ചരിത്രപരമായ ബന്ധവും തൃക്കാക്കരയ്ക്കുണ്ട്. തൃപ്പൂണിത്തുറ അത്തച്ചമയം, തൃപ്പൂണിത്തുറ രാജാവ് തൃക്കാക്കരയിലേക്ക് വരുന്ന ആ ഒരു വിളംബര ജാഥ, അതായത് ഒരു രാജാവ് വരുമ്പോൾ ആ പ്രൗഢിയോടില്ല, അതാണ് ഇപ്പോൾ ലോപിച്ചത് അത്തം ഘോഷയാത്രയായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ അന്ന് സാമൂതിരി വിളംബരം ചെയ്തു എന്നാണ് പറയുന്നത്. തൃക്കാക്കരയിൽ വന്ന് ഓണം കൂടാൻ സാധിക്കാത്തവർ സ്വന്തമായിട്ട് തൃക്കാക്കരയപ്പനെ സാങ്കല്പികമായിട്ട് പ്രതിഷ്ഠിച്ച് ഈ 10 ദിവസവും, അതായത് ഇപ്പോൾ നമ്മൾ അത്തം മുതൽ തിരുവോണം നാൾ വരെ നടക്കുന്ന ആ ഉത്സവം, ആ ദിവസങ്ങൾ സ്വന്തം വീട്ടിലും ആഘോഷിക്കണമെന്നാണ് അന്ന് വിളംബരം ചെയ്തത്. ഓണാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് പൂക്കളങ്ങളും നാടൻ കളികളും കൊണ്ട് നാടും നഗരവും ഉണരുന്ന കാലം കൂടിയാണ് പൊന്നോണക്കാലം. കാലത്തിനനുസരിച്ച് ഓണത്തിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഓണം തലമുറകളിലൂടെ സഞ്ചരിച്ച് ഓരോ കുരുന്നിലും സന്തോഷം നിറയ്ക്കുന്നു. ഞാനിവിടെ അപ്പൂപ്പൻ്റെ കൂടെ അമ്പലത്തിൽ തൊഴുവാൻ വന്നതാണ്. വെക്കേഷൻ സമയത്ത് അമ്മയുടെ വീട്ടിൽ വന്നതാണ്. വീട്ടിൽ അത്ത വിടാറുണ്ട്, ഉപ്പേരി വറുത്തു, പിന്നെ ഇന്നലെ കുർത്തിയാട്ടം കണ്ടു, പൂ മേടിച്ച് പൂവിട്ടു. കിളിപാടും പാട്ടിൽ പൊഞ്ചിങ്ങത്തിരുവോണം, കുഴലൂതും കാറ്റിൽ നിലപൊഴുതൻ മലരോണം, മാനവരൊന്നായി മനസ്സുകളൊന്നായി ഉത്സവ മത്സര കോശവുമായി. വീട്ടിൽ ഞങ്ങൾ പൂവൊക്കെ ഇട്ട് നല്ലോണം ഹാപ്പി ആവും. എന്നിട്ട് ഞങ്ങൾ സദ്യയൊക്കെ കഴിക്കും. എന്നിട്ട് ഞങ്ങൾ വൈകുന്നേരം എൻ്റെ അച്ഛനെയും കൊണ്ടും അമ്മേനെയും കൊണ്ടും ഒക്കെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കളിപ്പാട്ടമൊക്കെ മേടിക്കും. എന്നിട്ട് ആനേനെയൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് തിരിച്ചു പോകും.
മലയാള തനിമയും സംസ്കാരവും രുചികളും വിനോദങ്ങളും നേരിട്ടനുഭവിക്കാൻ കഴിയുന്ന 10 ദിനങ്ങൾ. പൊന്നും കതിർക്കൊലായെന്നല്ലേ വന്നും പോയി ചിങ്ങമാസം തുമ്പികൾ പാടി പറക്കും തോറും ആനന്ദം മത്തിൽ മതിയാർ മരത്തിൽ. വള്ളംകളികളും വള്ളസദ്യകളും അത്തച്ചമയവും ആഘോഷങ്ങളും ഓണത്താറും ഓണവിപണിയും എല്ലാം ചേരുന്ന സമാനതകളില്ലാത്ത സവിശേഷമായ സാംസ്കാരിക കലാപൂരം. ഓളപ്പരപ്പിലെ കൊമ്പന്മാരുടെ മത്സരകാലം കൂടിയാണ് ഓണക്കാലം. എണ്ണം പറഞ്ഞു തുഴയെറിഞ്ഞ് വിജയഗാഥകൾ രചിച്ച വള്ളങ്ങൾ 3 വള്ളങ്ങൾ. 1-ാം ട്രാക്കിൽ 2-ാം നമ്പർ വള്ളം ചമ്പക്കുളം. കേരളത്തിലെ വള്ളംകളി മത്സരങ്ങളുടെ സീസൺ ആരംഭിക്കുന്നത് ചമ്പക്കുളം വള്ളംകളി മത്സരത്തോടെയാണ്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള പ്രതിഷ്ഠാ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയുടെ ചരിത്ര സ്മരണ നിലനിർത്തുവാൻ വേണ്ടി ആരംഭിച്ച ചമ്പക്കുളം ജലോത്സവത്തിന്റെ ഊർജം നെഹ്റു ട്രോഫി വള്ളംകളിയോടെ ഉച്ചസ്ഥായിയിലെത്തുന്നു. കരുവാറ്റ ജലോത്സവം, നീരേറ്റുപുറം ജലോത്സവം, പായിപ്പാട്, താഴത്തങ്ങാടി വള്ളംകളികൾ, അങ്ങനെ നിരവധി ജലോത്സവങ്ങൾ. അവിടെ ഒന്ന് വേറിട്ട് മാറി നിന്ന് പ്രൗഢിയോടെ ആറന്മുള വള്ളംകളി. മത്സരത്തിനപ്പുറം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്ര ആചാരവുമായും അനുഷ്ഠാനങ്ങളുമായും ഉത്രട്ടാതി വള്ളംകളിക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. കിഴക്കൻ ശൈലി വഞ്ചിപ്പാട്ടുകളാണ് ആറന്മുള വള്ളംകളിക്ക് പാടുന്നത്. കുചേലവൃത്തം, ഭീഷ്മപർവം, സന്താനഗോപാലം, ഭഗവദ്ഗീത തുടങ്ങി ഒട്ടേറെ വഞ്ചിപ്പാട്ടുകൾ ആറന്മുളയ്ക്ക് സ്വന്തമായുണ്ട്. രുചിയുടെ പെരുമ കൊണ്ടും പങ്കെടുക്കുന്ന ഭക്തരുടെ ബാഹുല്യം കൊണ്ടും ലോകത്തിലെ തന്നെ 1-ാം സ്ഥാനത്ത് നിലകൊള്ളുന്ന ഭക്ഷണ മാമാങ്കമെന്നാണ് ആറന്മുള വള്ളസദ്യയെ വിശേഷിപ്പിക്കുന്നത്. പഞ്ചാനാം പാണ്ഡവാനാം പ്രിയസഖി തിരുവാറന്മുളത്തമ്പുരാനൻ നെഞ്ചിൽ കിഞ്ചിൽ പിരിഞ്ഞിടരുത് അതിനനുശം കാലമേ കൈതൊഴുന്നേൻ. അല്ലെങ്കിൽ തന്നെ വിഭവസമൃദ്ധമായ മലയാള സദ്യയോട് ഏറ്റുമുട്ടി നിൽക്കാൻ ലോകത്തിലെ ഏത് ഭക്ഷണ സംസ്കാരവും ഒന്ന് വിയർക്കും. നമ്മുടെ ഇഞ്ചിക്കറി ആയാലും അതിനൊരു കഥയുണ്ട്, നമ്മുടെ തൊടുകറികൾക്കൊരു കഥയുണ്ട്, നമ്മുടെ അവിയലിനൊരു കഥയുണ്ട്, നമ്മുടെ സാമ്പാറിനൊരു കഥ. ഈ കഥകളെല്ലാം എടുത്ത് ഒരു ഇലയിൽ വെച്ചിട്ട് രാജകീയമായി, അതും മഹാരാജാവ് നമ്മൾ ഒരു നാട് വാണിരുന്ന അത് പറയുന്നതും അല്ലേ, കേരളത്തിൻ്റെ തന്നെ ചൈതന്യത്തിൽ ദേവന്മാർ പോലും അസൂയപ്പെട്ട മഹാബലിയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വരവേൽക്കുന്ന രീതിയിലായിരിക്കണം ആ ഓണസദ്യ. ആ പരിപ്പൊഴിക്കുമ്പോഴും അതിനകത്ത് നെയ്യ് ചാലിച്ച് നമ്മളെ കഴിപ്പിക്കുമ്പോഴും നിങ്ങളിൽ കുടിയിരിക്കുന്ന നിങ്ങളിലെ രാജാവിനെ വിളിച്ചുണർത്തുകയാണ്. അപ്പം അങ്ങനെ ആയിരിക്കണം. അതുകൊണ്ടല്ലേ കാണം വിറ്റും ഓണം കൊണ്ടണമെന്ന് പറയുന്നത്. ഓണം ഒരു കാഴ്ച മാത്രമല്ല, അനുഭവങ്ങളുടെ സമ്മേളനമാണ്. പുലികളിയും കുമ്മാട്ടിയും ഓണത്തല്ലും കിളിത്തട്ടുകളിയും തുമ്പിതുള്ളലും ഉറിയടിയും വടംവലിയും തിരുവാതിരകളിയും. പാറശാല മുതൽ മഞ്ചേശ്വരം വരെ ഓണത്തെ മലയാളികൾ സ്വന്തം നിറങ്ങളിൽ തനത് സംസ്കാരത്തിൽ ചാലിച്ചെഴുതുന്നു. കർക്കടകത്തിൻ്റെ മന്ദതയിൽ നിന്ന് വിപണി ഉണരുമ്പോൾ സമസ്ത മേഖലകളിലും ആ ഊർജം പ്രകടമാകുന്നു. എങ്ങും സമ്മാന പെരുമഴ.
നമ്മളുടെ സ്വന്തം അമൃത ടിവിയിലും. അമൃത ടിവി നല്ലോണം കണ്ടോണം, ലക്ഷങ്ങൾ കൊണ്ടോണം. അമൃത ടിവി പ്രേക്ഷകർക്കായി നല്ലോണം കണ്ടോണം, ലക്ഷങ്ങൾ കൊണ്ടോണം. അത്തം മുതൽ ചതയം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ അമൃത ടിവി കാണുന്ന ഓരോ മണിക്കൂറിലും QR കോഡ് സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലൂടെയോ നിങ്ങൾക്ക് ശരിയുത്തരം അയക്കാവുന്നതാണ്. ഓരോ ദിവസവും കാത്തിരിക്കുന്നത് 1 ലക്ഷം രൂപയാണ്. കൂടാതെ ഓരോ മണിക്കൂറിലും മറ്റ് നിരവധി സമ്മാനങ്ങളും. ഓരോ മണിക്കൂറിലെയും വിജയികളെ കാത്തിരിക്കുന്നത് സ്വയംവര സിൽക്സും വണ്ടർലൈം നൽകുന്ന സമ്മാനങ്ങൾ. ആഘോഷങ്ങൾക്ക് എപ്പോഴും നിറങ്ങൾ ചാർത്തുന്നത് പുതുമയാണ്. ബാലിദ്വീപിൻ്റെ പശ്ചാത്തലത്തിൽ ഓണം ആഘോഷിക്കാൻ അവസരമൊരുക്കിയിരിക്കുകയാണ് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ ആരംഭിച്ച ആൻറ്റിലിയ ബാലിദ്വീപിലെ കൗതുക കാഴ്ചകൾ. അത് പുതിയൊരു അനുഭവമാണ് അവർക്ക് കിട്ടുന്നതെന്നുള്ളത്. ചെറിയൊരു മിനിച്ചർ ബാലിദ്വീപ് തന്നെ നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമാണ് നമുക്ക്. ഇന്നത്തെ യുഗം എല്ലാവരും ഒരു സെൽഫി ഫോട്ടോ എടുക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണല്ലോ. അതിന് പറ്റുന്ന രീതിയിലുള്ളൊരു ലൊക്കേഷനാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾക്കറിയാം ബാലിദ്വീപിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഊഞ്ഞാലുകൾ, അതായത് വെള്ളത്തിൻ്റെ മുകളിൽ ഊഞ്ഞാലാടുമ്പോൾ കളർ മീനുകളെ കണ്ടുകൊണ്ട്, അതുപോലെ തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ വരുന്ന മീനുമായിട്ട് നേരിട്ട് അവർക്ക് ആകർഷിച്ച് തൊട്ടുകൊണ്ട് വളരെ പ്രായം ചെന്നവരായാലും പ്രായം കുറഞ്ഞവരായാലും വളരെ മുഖത്ത് സന്തോഷത്തോടു കൂടിയാണ് അതിനോട് യോജിച്ച് അവർ ഈ പരിപാടി കണ്ടു പോകുന്നത് തന്നെ. ഇത് കുട്ടികളെയും മുതിർന്നവരെയും ഒരേപോലെ ആകർഷിക്കുന്നു. നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. ആദ്യമായിട്ടൊക്കെ ഇങ്ങനെ മീനിനൊക്കെ തൊടുന്നത് ആദ്യമായിട്ടാണ്. വളരെ നല്ലൊരു അനുഭൂതിയാണ്. വളരെ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ഈ നാട്ടിലും നമ്മൾ ഇതുപോലത്തെ ഒരു സംഭവം കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ്. എന്നാലും ഇത് ചെയ്തവർക്ക് വേണ്ടി ഞങ്ങളുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും നമ്മൾ നേരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. എൻ്റെ കുഞ്ഞാണത് ഏറ്റവും നല്ലതായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. നല്ല രസം, അടിപൊളി. പുതിയ കാലത്തിൻ്റെ ആവശ്യങ്ങളായ ഫോട്ടോഷൂട്ടിനു വേണ്ടി നിരവധി പോയിന്റുകൾ. ജലാശയത്തിന് നടുവിൽ ഊഞ്ഞാൽ, അലങ്കാര മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കാനും അവയെ തൊട്ടുനോക്കാനുമുള്ള സൗകര്യം, പിരാന അടക്കമുള്ള മത്സ്യങ്ങളുടെ അപൂർവ ശേഖരം. അങ്ങനെ കാഴ്ചകളിൽ ഒരു വ്യത്യസ്ത ഓണക്കാല അനുഭവമാവുകയാണ് ബാലിദ്വീപ് കാഴ്ചകൾ. നമ്മൾ ഇന്തോനേഷ്യയിലെ അതിമനോഹരമായിട്ടുള്ള ബാലിദ്വീപിനെ അവിടുത്തെ കുറേയധികം സെൽഫി പോയിൻ്റ് അക്കോ ടൂറിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് നമുക്ക് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുന്നത് വളരെ വലിയ ആഗ്രഹമായിരുന്നു. കഴിഞ്ഞ 1 വർഷമായിട്ട് അതിൻ്റെ പുറകിലായിരുന്നു. അപ്പോൾ ഈ തവണ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലാണ് നമുക്കത് ചെയ്യാനുള്ള അവസരം കിട്ടിയത്. നമുക്കിതിലെങ്ങനെയാണെങ്കിലും നമുക്ക് ഈ പോണ്ടിലൂടെ ഫിഷുകൾ, അലങ്കാര ഫിഷുകൾ, കളർ മത്സ്യങ്ങളൊക്കെ ഇങ്ങനെ പോണ്ടിലുണ്ടാവും. ആ പോണ്ടിലൂടെ നമുക്ക് നടന്നു പോകാനുള്ള സംവിധാനം, മീനുകൾക്ക് മീതിയുള്ള ഒരു ബാലിയിലെ തന്നെ ഒരു ഊഞ്ഞാലുണ്ട്, അതിൻ്റെ ഒരു കോപ്പി ചെയ്തിട്ട് അതിൽ ഊഞ്ഞാലാടാനുള്ള സംവിധാനം. പിന്നെ ഒരു റിവർ സൈഡിൽ കൂടെ നടക്കുന്ന പോലെ ഒരു അരുവിയുടെ സിമെൻ്റ് ഉള്ളിൽ എല്ലാവരും നടന്ന് മീനുകളുമായിട്ട് നമുക്ക് ടച്ച് ചെയ്യാം. സംഗീതമില്ലാതെ ആഘോഷങ്ങൾക്ക് എന്താണർത്ഥം? ഓണപ്പാട്ടിൻ താളം തുള്ളാത്ത ഒരു ഓണക്കാലം ഇപ്പോൾ മലയാളിക്കില്ല. ഓണാഘോഷവേദിയിലും ഇൻസ്റ്റഗ്രാം റീൽസിലുമടക്കം ഓണപ്പൂക്കളത്തിനും കേരള വസ്ത്രത്തിനും എല്ലാം അകമ്പടിയായി എവിടെ തിരിഞ്ഞു നോക്കിയാലും കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ഓണപ്പാട്ടിൻ്റെ ഈണം പേറുന്ന സബീഷ് ജോർജിൻ്റെ ഒരു ഓണപ്പാട്ടുണ്ട്. ഭയങ്കര ഫീലല്ലേ, ഭയങ്കര സന്തോഷമാണ് ആ പാട്ട്. ചില സ്ഥലങ്ങളിൽ ഓണത്തിന് ചെല്ലുമ്പോൾ പല സ്ഥലങ്ങളിൽ കേൾക്കും. ഓണപ്പാട്ടിൻ താളം തുള്ളും എന്ന് പറയുന്ന പാട്ട് ശരിക്കും ഞാൻ എവിടെയെങ്കിലും ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഓണ സമയത്ത് കേൾക്കുമ്പോൾ സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഞാനിങ്ങനെ ആലോചിക്കും, ദൈവം ഞാൻ ചെയ്തതാണെന്ന് ആർക്കും അറിയില്ലല്ലോ. പൊതുവെ എനിക്ക് അങ്ങനെ അറിയാതിരിക്കുന്നത് ഇഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ ആദ്യമൊക്കെ. എന്താന്ന് വെച്ചാൽ അത് അങ്ങനെയാണ്, അതെങ്ങനെ പറയണതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പൊതുവെ എൻ്റെ അടുത്തുള്ളവർക്കും ഈ അടുത്തൊക്കെയാണ് അറിയുന്നത് ഞാനാണ് ഈ പാട്ട് ചെയ്തതെന്നുള്ളത്.
ഇത്തവണയും സബീഷും ബ്രജേഷും മനോഹരമായ ഒരു ഓണപ്പാട്ട് കൂടി മലയാളിക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. ഓണത്തിന് എഴുതിയ ഈ ഗാനം ഞങ്ങൾ ഇപ്പം അന്നത്തെ ആൾക്കാർക്കും ഇപ്പം നമ്മൾ അന്നാ ഓണപ്പാട്ട് എഴുതിയപ്പോൾ ഏത് പ്രേക്ഷകരാണോ അവർക്കും ഇഷ്ടപ്പെടണം, മാത്രമല്ല ഇന്നലത്തെ സംഗീതം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരു പാട്ടൊരു ഇമ്പത്തോടുകൂടി കേൾക്കുന്ന കുറേ മ്യൂസിക് ലവേഴ്സ് ഉണ്ട്. അവർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളത് ഒരു രീതിയിലാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. ഓണം എന്ന് പറഞ്ഞ സിറ്റുവേഷൻ പറയേണ്ട ആവശ്യമില്ല, ഓണം നമ്മുടെ മനസ്സിലുള്ളതാണ്. അപ്പോൾ സബീഷ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു രീതിയിൽ തന്നെ സംഗീതം, കാരണം അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ നമ്മൾ അറിയാമല്ലോ, നമ്മൾ ഈ 80s ജനിച്ച ആൾക്കാരായതുകൊണ്ട് ഓണം കുറേ എൻജോയ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു ഫീല് ഞങ്ങൾ രണ്ടുപേരും മൈൻഡിലുണ്ടാവും. ചിന്മയിയുടെ ശബ്ദത്തിൽ ഗംഭീരമായൊരു ഓണവിരുന്ന്. പാട്ടുകൾ തൻ താളം തുള്ളും വയലുകളിൽ ഊഞ്ഞാലാടും തുമ്പികൾ തൻ മുത്തം വാങ്ങും തുമ്പകളോ തളിരുകളോ. എല്ലാ ആഘോഷങ്ങളും സ്വയം തിരിച്ചറിയാനും മിന്നിത്തിളങ്ങാനുമുള്ള വേദികളാണ്. ഓണം ഉത്സവത്തിനും ആഘോഷത്തിനുമപ്പുറം മലയാളിയുടെ സന്തോഷങ്ങൾക്കും സംതൃപ്തികൾക്കും നേരെ പിടിച്ച ഒരു കണ്ണാടി കൂടിയാണ്. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച നമുക്ക് പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളും കൂടുതൽ വിശേഷങ്ങളുമായി കാണാം. എല്ലാവരും ഗംഭീരമായി ഓണം ആഘോഷിക്കണം. ഐശ്വര്യമാവട്ടെ എല്ലാവരുടെയും ഓണം. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഓണാശംസകൾ.